കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ നടക്കുന്ന ആൾക്കാരുടെ ഒരു സംശയമാണ്. പല ആൾക്കാരും എന്നോട് നമ്മൾ കൗണ്ടറിൽ എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, എങ്ങോട്ട് തിരിഞ്ഞിരുന്നു കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ധനവും ഐശ്വര്യവും അവിടെ സമാധാനവും അവിടെ നിൽക്കുന്ന ജോലിക്കാരും ഒക്കെ സമാധാനപരമായിട്ട് എല്ലാവരും സന്തോഷപരമായിട്ടും വശ്യപരമായിട്ടും നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് അങ്ങനെ രണ്ട് രീതിയിൽ എനിക്കിരിക്കാം. കിഴക്കുനിന്ന് പടിഞ്ഞാട്ടും പടിഞ്ഞാട്ടുനിന്ന് കിഴക്കും ഇരിക്കാം. പക്ഷേ എങ്കിൽ ഒരു സ്ഥാപനത്തിലിരിക്കുന്ന ആൾക്കാർ എപ്പോഴും തെക്കൂന്ന് വടക്കോട്ടിരിക്കുകയായിരിക്കും ഏറ്റവും ഭംഗി. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആജ്ഞാശക്തി കൂടുതലാണ്. തെക്ക് ഭാഗത്തുനിന്ന് വടക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വരികയാണെന്ന് വിചാരിക്കാം. ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ എൻ്റെ കയ്യിലൊരു പേനയാണ് വിൽക്കാനുള്ളതെങ്കിൽ എനിക്കതറിയാം 1 രൂപയേ ഉള്ളൂ എന്ന്. പക്ഷേ ഞാനത് 5 രൂപ പറഞ്ഞിട്ട് 4 രൂപയ്ക്ക് അത് വിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഞാനിത് അദ്ദേഹത്തോട് പറയുന്നു, ഇതിന് 5 രൂപയാണ്, നിങ്ങളായതുകൊണ്ട് മാത്രമാണ് ഞാനിത് 4 രൂപയ്ക്ക് കയറുന്നത് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടി ശരിയായിരിക്കും അത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആജ്ഞാശക്തി, ഞാൻ എന്തു പറയുന്നു അത് ആജ്ഞ സ്വീകരിക്കാൻ തയ്യാറായിട്ടായിരിക്കും വന്നിരിക്കുക. അതാണ് തെക്കൂന്ന് വടക്കോട്ട് കസേരയിട്ട് തെക്കൂന്ന് വടക്ക് തെക്ക് ഭാഗത്തോട്ട് വരുന്ന കസ്റ്റമർ വരുന്ന ആൾപ്രതി എന്തൊരു സാധനം മേടിക്കാൻ വന്നാലും ആ ആൾ തെക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അതുകൊണ്ടാണ് ബിസിനസ് സ്ഥാപനങ്ങളിൽ തെക്കൂന്ന് വടക്കോട്ടിട്ട് കഴിഞ്ഞാൽ കസേര വടക്കോട്ടിട്ട് കഴിഞ്ഞാലും അവിടെ ഐശ്വര്യം ഉണ്ടാവും. അത് തന്നെയല്ല, അവിടെ നിൽക്കുന്ന പണിക്കാർ അവിടെ നിൽക്കുന്ന ജോലിക്കാർക്ക് അവർക്ക് സമാധാനവും രോഗങ്ങളോ ഐശ്വര്യങ്ങളോ ഒക്കെ ഉണ്ടാകുവാനും ഒരു ടെക്സ്റ്റൈലിൻ്റെ ആണെങ്കിലും ഒരു ഒരു സ്വർണ്ണക്കടയുടെ ആണെങ്കിലും ഒരു അതുപോലെ ഫൈനാൻസ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഫൈനാൻസാണ്. ആ ഫൈനാൻസുകാരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള രീതികൾ നോക്കി നമ്മൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അവരുടെയൊക്കെ ധനം വെക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ, അത് ഏത് ഭാഗത്താണ് വെക്കേണ്ടതെന്നുള്ള വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചതിന് ശേഷം അതിൻ്റെ ആ ഫൈനാൻസിൻ്റെ അളവും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഏത് രീതിയിൽ ആ അളവിൽ എങ്ങോട്ട് തിരിച്ചു വേണം അവരുടെ അലമാരികളും ധനം സൂക്ഷിക്കേണ്ടേ, പണം സൂക്ഷിക്കേണ്ടേ, പണ്ടം സൂക്ഷിക്കേണ്ടേ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആപത്തുകളിൽ നിന്ന്, മോഷണം പോവുക മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അത് ഏത് മതസ്ഥനാണെങ്കിലും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. എല്ലാ മതസ്ഥരും ഒരുപോലെയുള്ളൂ. ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും. ഇപ്പം ഞാൻ ചെല്ലുന്ന പുഷ്പാഞ്ജലി ആയിരിക്കും, അവർ 3 കുർബാന നടത്തുക, 5 കുർബാന നടത്തുക, അവർ യാസ്ന ഓതുക, ആയത്തി കുറിച്ച് ഇതെല്ലാം ചെയ്യുന്ന ഓരോരുത്തർക്കും എല്ലാവർക്കും എല്ലാ ഭാഗത്തും എല്ലാം ഉണ്ട്. അപ്പോൾ നന്മ വരാൻ വേണ്ടി ഈശ്വരനെ വിളിക്കുക. ബിസിനസ്സൊക്കെ എല്ലാവർക്കും ഇതുപോലൊക്കെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനി മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.